ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ CMRലിനുള്ള ഖനന അനുമതി റദ്ദാക്കിയത് 2023 ഡിസംബർ 18 റദ്ദാക്കിയതെന്നുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം എന്താണ്? 2004 ഖനനാനുമതി കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. 2016 സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠത്തിന്റെ ജഡ്ജ്മെന്റ് വന്നു. അതനുസരിച്ച് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ അന്ന് മുതൽ ഈ CMRലിന് ഈ മേഖലയിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സുപ്രീം കോടതി വിധിയുണ്ടായി. അത് അന്ന് പ്രാവർത്തികമാക്കാൻ പിണറായി വിജയൻ സർക്കാർ ഇടപെട്ടില്ല. പകരം മകളുടെ പേരിൽ 2016 മെയ് മാസം 25-ാം തീയതി അധികാരത്തിൽ വന്നു. ഡിസംബർ മാസത്തിൽ മുതൽ മകളുടെ പേരിൽ മാസപ്പടി വാങ്ങി തുടങ്ങി. മകളുടെ കമ്പനിയുടെ പേരിലേക്ക് 2017 ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ മാസപ്പടി വാങ്ങി തുടങ്ങി. ഏറ്റവും അവസാനം 2019 കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കേണ്ടതില്ല, ആരെങ്കിലും ഖനനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് റദ്ദ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ടെർമിനേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു റൂൾ കൊണ്ടുവരികയും അതിന്റെ ബേസിസിൽ നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്തു. എന്നാൽ 2019 വന്ന ആ നിയമം പോലും, ആ റൂൾ പോലും ഇവിടെ പ്രാവർത്തികമാകുന്നത് 2023 ഇത്തരത്തിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നതിന് ശേഷം 2029 ഡിസംബർ മാസം 18-ാം തീയതിയാണ് 87/2013 ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയുള്ള GOMS 87/2013 പ്രകാരമാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൽ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടും ഈ കരിമണൽ കമ്പനി CMRലിനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് പകരം അവരെ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് ആലോചിച്ചു. 2019 കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഉത്തരവ് വന്നതിന് ശേഷവും ഈ CMRലിനെ കൂടി ചേർത്തുകൊണ്ട്, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട് അവർക്ക് 75% ഓഹരിയും CMRലിന് 25% ഓഹരിയും ചേർത്തുകൊണ്ട് CMRലിനെ ഈ മേഖലയിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും, തീവ്ര ശ്രമങ്ങളും നടത്തി പിണറായി വിജയൻ സർക്കാർ എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ മാസപ്പടി വിവാദം, ആ മാസപ്പടി എന്തിനാണ് കൈപ്പറ്റിയത് എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സർക്കാർ ഒത്തുകളിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഉറപ്പല്ലേ. സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയില്ലായിരുന്നു. എങ്ങനെയാണെങ്കിൽ 2016 സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ ആ ജഡ്ജ്മെന്റ് ബേസിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ ആ ലാൻഡുകളെല്ലാം, ആ തീരദേശ മേഖലയെല്ലാം സർക്കാരിൽ അധിഷ്ഠിതമാകും. ഈ ലീസ് കൊടുത്തത് നള്ളിഫൈ ചെയ്യപ്പെടാൻ കഴിയും എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് 2016. ആ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒത്തുവരികയാണ്. രണ്ടാമത്തേത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ തീരുമാനം നടപ്പാക്കുന്നതിനും 4 വർഷം നീട്ടിക്കൊണ്ടുപോയി. ഇതിനിടയ്ക്ക് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയോട് ഇതിന്റെ വിവിധ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയിന്മേൽ മുഖ്യമന്ത്രി നോട്ട് പ്രിപ്പയർ ചെയ്ത് ഹാജരാക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരത്തിൽ യോഗം ചേർന്നുകൊണ്ട് ഇതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ, മാത്രമല്ല കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യൻ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, അതായത് KMML. ഇതൊക്കെ ചേർത്തുകൊണ്ട് അവർക്കെല്ലാം 75% ഓഹരി കൊടുത്തുകൊണ്ട് ബാക്കി 25% ഓഹരി ഈ CMRലിന് നൽകിക്കൊണ്ട് അത്തരത്തിൽ CMRലിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഖനന അനുമതി നേടുവാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണം കൂടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് നടത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒത്തുകളി വളരെ ബോധ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 3 ഘട്ടങ്ങളിലാണ്. ഒന്ന്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അവിടെ അത് സമയബന്ധിതമായി നടപ്പിലാക്കിയില്ല. രണ്ടാമത്തേത്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായുള്ള റൂള് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ കാലതാമസം വരുത്തി, 4 വർഷം കാലതാമസം വരുത്തി. മൂന്നാമത്തേത്, മുഖ്യമന്ത്രി മറ്റ് സാധ്യതകൾ ആരാഞ്ഞു, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് മറ്റ് സാധ്യതകൾ ആരാഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതി ഉത്തരവിനെയും കേന്ദ്ര സർക്കാരിന്റെ റൂളിനെയും ഒക്കെ മറികടക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെട്ടു എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.
ഒപ്പം തന്നെ ഇന്നലെ മന്ത്രി പി രാജീവ് പറഞ്ഞത് ഈ മാത്യു കുഴൽനാടൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഈ ആരോപണങ്ങൾ തിരിച്ച് കോൺഗ്രസിന് തന്നെയാണ് പോകുന്നത്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇതിൽ പെട്ടിട്ടുണ്ട്, പലരും മാസപ്പടി വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണങ്ങളൊക്കെ മന്ത്രി പി രാജീവ് ഇന്നലെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജീവിനെ സംബന്ധിച്ച് രാജീവ് കരുതുന്നത് രാജീവ് മാത്രമാണ് ബുദ്ധിമാനെന്നാണ്. പല അവരുടെ മനോനില തെറ്റിയവരെ സംബന്ധിച്ചും അവർ ചിന്തിക്കുന്നത് താങ്കൾ മാത്രമാണ് മാന്യന്മാരെന്നും മറ്റുള്ളവരെല്ലാം തകരാറ് സംഭവിച്ചതുമാണ്. ഏതായാലും ഞാൻ രാജീവിന്റെ ഉദ്ദേശിച്ചുദ്ദേശം ചോദിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, 2003 അല്ലെങ്കിൽ 2004 ശ്രീ എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ഉത്തരവ് വന്നെങ്കിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് 10 ദിവസം കൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അഥവാ നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ CMRന്റെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായം മേടിച്ചിട്ടുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിൽ 135 കോടി രൂപയെ സംബന്ധിച്ച് വളരെ സ്പെസിഫിക്കായി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ അവരെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ PV എന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന പിണറായി വിജയനാണ് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈനൽ ഉത്തരവിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും പിണറായി വിജയൻ അത് അംഗീകരിക്കാൻ തയ്യാറെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടിയ സാമ്പത്തിക സഹായം അദ്ദേഹത്തെ എന്തിനു ഉപയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും മിണ്ടുന്നില്ല. അപ്പോ പി രാജീവ് ഇത് ഞങ്ങൾക്ക് നേരെ ആരോപണമായി ഉന്നയിക്കുമ്പോൾ അത് ചെന്ന് തറയ്ക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യം അദ്ദേഹം മറക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. നന്ദിയുണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്.